വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാമിലി ശശിധരനും തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയും തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേരമ്പറമ്പിലും മലപ്പുറത്ത് നിന്ന് അരുൺ അമർനാഥും ചേരുന്നുണ്ട്. ആദ്യം ശ്യാമിലിയിലേക്കാണ്. ശ്യാമിലി, വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് ഈ പരിശീലകരുടെ അടക്കം ഭാഗത്ത് നിന്നും. കൃത്യമായ മുന്നൊരുക്കമില്ലാതെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു എന്നതായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇന്ന് രാവിലെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. അതേ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഇവിടെ ടെസ്റ്റ് നടത്താൻ ഇവർ അനുവദിച്ചിട്ടില്ല. ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും തുടരുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ ഒരു ദിവസം 120ഓളം ടെസ്റ്റുകൾ നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഈ പുതിയ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ 30 പേർക്ക് മാത്രമാണ് സ്ലോട്ട് അനുവദിച്ചിട്ടുള്ളത്. ആ 30 പേരും ഇവിടെ ഇന്ന് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 9-10 വരെ കാത്തിരുന്ന ശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും അവരുടെ ആബ്സെന്റ് മാർക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുവരെയും ഇവിടെ പ്രതിഷേധവുമായി ഉടമകൾ ഇവിടെ തന്നെ തുടർന്നു. അവർ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ അപ്രായോഗികമായ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? 4/2024 സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിൻവലിക്കണമെന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ 15 വർഷം പഴക്കം ആയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൽ നിന്നും. മോട്ടോർ വാഹന വകുപ്പ് തന്നെ നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വന്നേക്കുന്ന വാഹനങ്ങളാണ് ഇവയെല്ലാം. മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ ആ വാഹനം പുതിയതായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് അതിന് ഒരു കാലപ്പഴക്കവും തോന്നാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ആയാൽ വണ്ടി റോട്ടിൽ ഇറങ്ങാൻ യോഗ്യമാണെന്നും പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് നൽകണം. ആ വാഹനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് മാത്രമാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പിൻവലിക്കണം. പിന്നെ ഇവിടെ ഒരു ഓഫീസിൽ 30 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എറണാകുളം RTOനെ സംബന്ധിച്ച് ഒരു ദിവസം 120 പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 30 പേരെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ലേണേഴ്സ് എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ 1 വർഷമൊക്കെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. 6 മാസമാണ് നമ്മുടെ ലേണേഴ്സിൻ്റെ വാലിഡിറ്റി. അപ്പോൾ വീണ്ടും ലേണേഴ്സ് റിന്യൂ ചെയ്യണം. അപ്പോൾ അപ്പോഴത്തേക്ക് വീണ്ടും കൂടുതൽ പിള്ളേർ ലേണേഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പ്രായോഗികമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ പറഞ്ഞേക്കുന്ന ഓർഡർ വന്നേക്കുന്ന ആദ്യം റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് H ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇരുട്ടിൽ തപ്പുന്ന പോലെയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പും മന്ത്രിയൊക്കെ തീരുമാനം. മന്ത്രി ഒറ്റ തപ്പുന്ന നയമാണ് സ്വീകരിച്ചേക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ അജണ്ട ഉള്ള പോലെയാണ്. കാരണം പുള്ളി ഈ മന്ത്രി നമ്മുടെ നവംബറിൽ വന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയാണ്. കാരണം എന്തോ വേറെ ആരൊക്കെയോ സഹായിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണത്. കാരണം കൂടിയാലോചനകളൊന്നുമില്ല. ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല കറക്റ്റായിട്ട് ഇതെങ്ങനെ നടത്തണമെന്നും ഇതെങ്ങനെ ടെസ്റ്റ് നടത്തണം, പാർട്ടി എ എപ്പോൾ നടത്തണം, പാർട്ടി 2 എപ്പോൾ നടത്തണമെന്നൊന്നും ആർക്കറിയില്ല. രതീഷ്, ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നവരും ഇവരുടെ പ്രതിഷേധമായി ഇവർ അറിയിക്കുന്നത്. എറണാകുളത്ത് നിന്നുള്ള കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്. MS ലിഷോയ് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലിഷോയ്, അവിടുത്തെ സ്ഥിതി എന്താണ്? മന്ത്രിക്കെതിരെ തന്നെയാണോ പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത്? മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനം നേരത്തെ ഉന്നയിച്ചതാണ്. മന്ത്രിക്കെതിരെ തന്നെയാണ് ഈ വിമർശനങ്ങളുടെ മുനയെല്ലാം. ഇപ്പോൾ മറ്റ് യൂണിയനുകൾ, ഈ ഭരണാനുകൂല തൊഴിലാളി യൂണിയനുകളടക്കം ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നുണ്ടോ? അതായത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനെതിരെയാണ്. അതായത് യാതൊരു വിധത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയാത്ത രീതിക്കുള്ള ഒരു തരത്തിലുള്ള ആശയങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. യാതൊരു വിധത്തിലും സാധാരണ ആളുകൾക്ക് ഈ രീതികൾ പിന്തുടർന്നുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയില്ല. കാരണം പണം ഉൾപ്പെടെ, വലിയ തോതിലുള്ള പണം ഉൾപ്പെടെ ചെലവാക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ ഒരുക്കിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രധാനമായും ഉയർത്തുന്ന ഒരു വിഷയം? ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തച്ചു തീർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നല്ലേ 4/2024 എന്ന് പറഞ്ഞ ഈ സർക്കുലർ പിൻവലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. എന്തൊക്കെയാണ് ഇതിലൊരു പ്രധാനമായും ഒരു അശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ? അശാസ്ത്രീയമായ എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങളൊക്കെ ഡ്രൈവിംഗ് സ്കൂളിൽ പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് മാറ്റുക എന്നുള്ളതാണ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് പല വിധത്തിലും ജനങ്ങളുടെ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ട്, അതായത് 120 പേരുടെ ടെസ്റ്റ് നടന്നിരുന്ന സ്ലോട്ടിൽ ടെസ്റ്റ് നടന്നിരുന്ന അത്താണി ടെസ്റ്റ് കൊണ്ടല്ലേ ഇപ്പോൾ 30 പേർക്കാണ് ടെസ്റ്റിന് അനുമതിയുള്ളൂ. അതുപ്രകാരം കഴിഞ്ഞ 4 മാസക്കാലം 5 മാസക്കാലമായി എടുത്തു വെച്ച ടെസ്റ്റുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കോവിഡ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് എല്ലാ സ്ലോട്ടുകളും റദ്ദ് ചെയ്യാനുണ്ടായത്. അതുപോലെ പുതിയ ടെസ്റ്റ് എടുക്കാനൊന്നും കുട്ടികൾ തയ്യാറായില്ല. കാരണം
ഈ അത് 4 മാസം 5 മാസം കാത്തിരുന്നിട്ട് കിട്ടിയ ഡേറ്റുകളൊക്കെ ഒരു കോവിഡിൻ്റെ കാരണം പറഞ്ഞ് റദ്ദ് ചെയ്തുകൊണ്ട് ഇനി പുതിയ സ്ലോട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരും ടെസ്റ്റ് എടുക്കാൻ തയ്യാറായില്ല. ജനങ്ങളും ഇതിന് പ്രതിഷേധത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി അതിനുവേണ്ട സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ അവിടെ? ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്ന് ഓഫീസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളോട് അവിടെ ആരും തന്നെ ടെസ്റ്റിനും ഹാജരായിട്ടില്ല. കാരണം പുതിയ ഒരു ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളുകാർക്ക് 15 വർഷമായിട്ടുള്ള വണ്ടികളൊന്നും കയറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബഹുഭൂരിപക്ഷം വണ്ടികളും ഇവിടെ കയറ്റാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി അങ്ങനത്തെ ഇല്ലാത്ത സ്കൂളുകൾക്ക് പോലും ക്യാമറ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, GPS സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വരാൻ ഒരുപാട് ടൈം എടുക്കും. ഞങ്ങൾ ഈ പരിഷ്കാരത്തിന് എതിരൊന്നുമല്ല, പക്ഷേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ പരിഷ്കാരം അശാസ്ത്രീയമാണ്. അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അത് തിരുത്തിക്കൊണ്ട് പുതിയ ഒരെണ്ണം കൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കോടതിയിൽ പോയിട്ടുണ്ടല്ലോ നിങ്ങൾ? കോടതി ഉൾപ്പെടെ എന്ത് നിലപാടായിരിക്കും വിഷയത്തിൽ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പരിഷ്കരണങ്ങളോട് യോജിപ്പാണ് എങ്കിലും അത് വേഗത്തിൽ നടപ്പാക്കിയ രീതിയോടാണ് എതിർപ്പ്. എന്താണ് പൊതുവിലുള്ള പ്രതികരണം?